മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ സജീവനുണ്ട്. ശ്രീ എ സജീവൻ, മതമാണ് പ്രശ്നം. അവർക്ക് നഷ്ടപ്പെട്ട 9.5 വർഷം ആ സമുദായത്തിന് വാങ്ങിക്കൊടുക്കാൻ, അല്ലെങ്കിൽ എന്തിനാണ് ഭരണം, ഈ പണി രാജിവെച്ച് പോകൂ എന്ന് പൊതുവേദിയിൽ സംസാരിക്കുന്ന കെ എം ഷാജി, ഏതാണ് വർഗീയത? താങ്കൾ ഈ 2 വാക്കുകളും കേട്ടല്ലോ. കെ എം ഷാജി പറഞ്ഞതിനെ ലഘൂകരിച്ചുകൊണ്ട് ഇവിടെ ബി റെജി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അദ്ദേഹം മുസ്ലിം ലീഗിലെ ഒരു പ്രവർത്തകനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കെ എം ഷാജി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനല്ല, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം മുൻ MLA ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു സാധാരണ വ്യക്തി അറിയാതെ പറഞ്ഞു പോയ കാര്യം എന്ന രീതിയിലല്ല നമ്മൾ എടുക്കേണ്ടത്. ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവോ, ശരിക്കും അവരൊക്കെ ഇനിയും മത്സരിക്കാൻ പോകുന്ന ആളുകളോ അല്ലെങ്കിൽ ഭരണത്തിലെത്താൻ സാധ്യതയുള്ള ആളുകളൊക്കെയാണല്ലോ. അങ്ങനെയുള്ള ആളുകൾ ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി മാത്രം പറയുക എന്ന് പറയുന്നത് അങ്ങേയറ്റം നിഷിദ്ധമായിട്ടുള്ള, ജനാധിപത്യ വിരുദ്ധം ആയിട്ടുള്ള, മതേതരത്വത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഭരണഘടന കൃത്യമായും പറയുന്നുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു നേതാവും തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളും ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ പ്രതിനിധിയായിട്ടല്ല ഈ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാവുന്നത്. ഭരിക്കുന്ന പ്രതിപക്ഷത്താണെങ്കിൽ പോലും അവര് ഒരു സമുദായത്തിന്റെ ആളായിട്ടില്ല. കെ എം ഷാജി മുസ്ലിം ആണെങ്കിൽ ആ മുസ്ലിം സമുദായത്തിന് വേണ്ടി ബാധിക്കാനല്ല അവിടെ എത്തേണ്ടത്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാള്, അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല, എല്ലാ ആളുകളുമാണ്. ആരൊക്കെ വോട്ട് ചെയ്തെന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോ ഞങ്ങളുടെ കാര്യം തീരുമാനിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നു എന്ന രീതിയിൽ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന വലിയ പ്രശ്നം, ഓരോ സമുദായവും അവരുടെ രീതിയിൽ സംവരണം പറഞ്ഞിട്ട് അങ്ങനെ നിയമസഭയിലോ ലോക്സഭയിലോ എത്തിക്കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള ഈ സാമുദായിക സ്പ്ലിറ്റ് ഉണ്ടാകും. അതാണ് ഇപ്പൊ അങ്ങനെയുള്ള സ്പ്ലിറ്റിലേക്കാണ് പോകുന്നത്. മാത്രമല്ല, ഇവിടെ സജി ചെറിയൻ നേരത്തെ പറഞ്ഞതിനെ കുറിച്ച് ബി റെജി പറഞ്ഞല്ലോ. സജി ചെറിയൻ പറഞ്ഞതിനെ ഞാൻ വളരെ രൂക്ഷമായിട്ട് വിമർശിച്ച ആളാണ്. കാരണം അത് ആ രീതിയിൽ പറയാനേ പാടില്ല. ഒരു ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ പേര് നോക്കിയിട്ടോ മുഖം നോക്കിയിട്ടോ ഒന്നും തീരുമാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ 2-3 ചർച്ചകൾ വിമർശനം നടത്തി. പക്ഷെ പിന്നീട് സജി ചെറിയാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ആ രീതിയിലല്ല. ഈ ന്യൂനപക്ഷത്തിനെ ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാൻ വേണ്ടിയിട്ട് ന്യൂനപക്ഷ കേന്ദ്രീകരണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അത് വ്യാഖ്യാനിച്ചു. അപ്പോൾ നമുക്കതിൽ അദ്ദേഹം കൃത്യമാക്കി. കാരണം ഈ എങ്ങനെയാണ് ജയിച്ചു വന്നവരുടെ ജനപ്രതിനിധികളുടെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്, മുസ്ലിം ലീഗിൽ നിന്ന് വന്നവർ BJP കേന്ദ്രങ്ങളിൽ, അത് കാസർഗോഡ് നഗരസഭയിലൊക്കെ അതിൻ്റെ കൃത്യമായ ഉദാഹരണങ്ങളുണ്ട്. കോൺഗ്രസ് ജയിച്ചിട്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനം പോലും UDF ആയിട്ട് ലീഗ് നൽകിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരാമർശിക്കുന്ന ഒരു വേളയിലാണ് അദ്ദേഹം അത് സൂചിപ്പിക്കുന്നത്.